വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയും വസുമതി ആൻറ്റിയും കൂടി ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലിട്ട് പെരുപ്പിക്കുന്നതിന് മുമ്പ് ഇത് നമുക്ക് സംസാരിച്ച് തീർത്തേ മതിയാകൂ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അതനുസരിച്ച് പ്രീതിയെയും കൂട്ടുകയാണ് ശാലിനി സത്യഭാമയെ കാണാനായിട്ട്. അന്നേരം എനിക്ക് പേടിയാകുന്നു ശാലിനി എന്നൊക്കെ പറഞ്ഞ് പിറകോട്ട് മാറുകയാണ് പ്രീതി. എനിക്ക് വേണ്ടിയാണ് ശാലിനി അമ്മയുടെ കയ്യിൽ നിന്നും അടി വാങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് പിറകോട്ട് പ്രീതി നിൽക്കുന്നു. അന്നേരം അടി എത്ര വാങ്ങാനും ഞാൻ തയ്യാറാണ്, പ്രീതിയുടെ പ്രശ്നമൊന്ന് പരിഹരിച്ച് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് പ്രീതിയെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ശാലിനി സത്യഭാമയോട് സംസാരിക്കാനായിട്ട്. അവർ പോയ ശേഷം ദൈവമേ അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്താവുമോ എന്തോ, കൂടെ ഉണ്ടാവണേ ദൈവമേ എന്നൊക്കെ സ്വയം അങ്ങ് വിഷ്ണു പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി പ്രീതിയെയും കൂട്ടി സത്യഭാമയുടെ മുൻപിലേക്ക് എത്തുകയാണ്. അന്നേരം ആ വരവും ഭാവമൊക്കെ കണ്ടിട്ട് എന്താണാവോ ഉദ്ദേശമെന്ന് സുസ്മിത കരുതുന്നുണ്ട്. അന്നേരം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന രാഘവൻ നായരും കരുതുകയാണ് കുട്ടികൾക്ക് എന്തോ പറയാനുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് രാഘവൻ നായർ. അതേസമയം സത്യഭാമ അവിടെ കണ്ണടച്ച് തന്നെ ഇരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ സുസ്മിതയോട് സുസ്മിതെ നീ എൻ്റെ റൂമിൽ പോയി ആ ടാബ്ലറ്റിങ് എടുത്തോണ്ട് വാ എന്ന് പറയുന്നുണ്ട്. അന്നേരം അങ്കിള് കുറച്ച് മുമ്പല്ലേ മരുന്ന് കഴിച്ചത്, ഇനി ഉച്ചയ്ക്കല്ലേ ഉള്ളൂ എന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയെ മനഃപൂർവ്വം അവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടി എങ്കിലേ ദേ ഈ ചായക്കപ്പ് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചേ, എന്നിട്ട് പോയി പൊന്നിയെ സഹായിച്ചേ, വാ വാ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ചായക്കപ്പ് സുസ്മിതയ്ക്ക് നൽകുകയാണ് രാഘവൻ നായർ. അത് സുസ്മിതയ്ക്ക് മനസ്സിലാവുന്നുമുണ്ട്. സുസ്മിത ചിന്തിക്കുകയാണ് ഇങ്ങേരെന്നെ മനഃപൂർവ്വം ഒഴിവാക്കി വിടാനാണല്ലോ നോക്കുന്നത്, ഇവരെന്തിനാണ് വന്നതെന്നറിയാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് ശാലിനിയും പ്രീതിയും നോക്കി ചിന്തിച്ചങ്ങനെ സുസ്മിത അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ കപ്പ് കൊടുത്തിട്ട് കൊണ്ടുവയ്ക്ക് സുസ്മിതയെ പൊയ്ക്കോന്നും പറഞ്ഞ് സുസ്മിതയെ അവിടെ നിന്നും അടുക്കളയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. തുടർന്ന് വിഷ്ണുവും ഭാമയുടെ അടുത്തേക്ക് വരികയാണ്. എന്നാൽ സുസ്മിത അടുക്കളയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആ ചായക്കപ്പ് മനഃപൂർവ്വം തറയിലേക്കിട്ട് ഉടയ്ക്കുന്നുണ്ട്. ആ ഉടയുന്ന ശബ്ദം കേട്ട് സത്യഭാമ കണ്ണു തുറന്ന് അവിടെയൊക്കെ നോക്കുകയാണ്. അന്നേരം സുസ്മിത തറയിലിരുന്ന് അത് പെറുക്കിയെടുക്കാൻ എന്നുള്ള മട്ടിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അന്നേരം സുസ്മിതയ്ക്ക് അത് ശാലിനിയും പ്രീതിയും കൂടി സത്യഭാമയുടെ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കേൾക്കാനുള്ള ഉദ്ദേശമായിരുന്നു. അത് നടക്കുകയും ചെയ്തു. അത് രാഘവൻ നായർക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്തു. തുടർന്ന് പ്രീതി അമ്മയെന്ന് വിളിച്ച് സത്യഭാമയുടെ കാൽക്കലേക്ക് തറയിലിരുന്ന ശേഷം കൈപിടിച്ച് കരയുകയാണ്. ഈ മോളോട് അമ്മ ക്ഷമിക്കമ്മേ, അമ്മയുടെ വാവയല്ലേ ഞാൻ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പ്രീതി പറയുന്നുണ്ട്. അന്നേരം സെന്റിമെന്റൽ അപ്രോച്ച് ആണല്ലേ എന്ന് സുസ്മിത കരുതുന്നുണ്ട്. ഈ വാവ ഒരു തെറ്റ് ചെയ്താൽ അമ്മയത് ക്ഷമിച്ച് കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്, അല്ലാതെ നടുക്കടലിൽ ഉപേക്ഷിച്ച് പോവുകയാണോ വേണ്ടത് എന്നൊക്കെ കരഞ്ഞ് പ്രീതി ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്കൊരു മാനക്കേടും ഉണ്ടാവില്ലായിരുന്നു, ഈ കുഞ്ഞിനെ ഞാൻ വേണ്ടാന്ന് വയ്ക്കാൻ തീരുമാനിച്ചതായിരുന്നു, ഒന്നല്ല 2 വട്ടമെന്ന് കരഞ്ഞുകൊണ്ട് പ്രീതി പറയുന്നു. അന്നേരം മോളേന്ന് വിളിച്ച് ആകെ അങ്ങ് പരിഭ്രമിക്കുകയാണ് സത്യഭാമ. തുടർന്ന് ശാലിനിയും പറയുകയാണ് ഈ പ്രീതി പറഞ്ഞതെല്ലാം സത്യമാണ് സത്യാമ്മയെന്ന്. സ്വന്തം ജീവന് അപകടമുണ്ടായേക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രീതി 2ാമതും അബോർഷന് ശ്രമിച്ചതെന്ന് ശാലിനി പറയുമ്പോൾ രാഘവൻ നായരെ നോക്കി അയ്യോന്ന് വയ്ക്കുകയാണ് സത്യഭാമ. 2 വട്ടവും എന്നെ അബോർഷനിൽ നിന്നും പിന്തിരിപ്പിച്ചത് ശാലിനിയാണമ്മേ, അന്ന് അങ്ങനെ ശാലിനി ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മയുടെ വാവ ഇപ്പോൾ ഉണ്ടാവില്ലായിരുന്നു എന്നങ്ങ് പൊട്ടിക്കരഞ്ഞ് പ്രീതി പറയുന്നുണ്ട്. അന്നേരം ശാലിനിയെ ഒന്ന് ദയനീയമായി നോക്കുകയാണ് സത്യഭാമ. തുടർന്നും ഭാമയോട് പ്രീതി ചോദിക്കുകയാണ് ആ ശാലിനിയാണോ അമ്മേ DNA ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് അമ്മയോട് പ്രതികാരം ചെയ്യാനായിട്ട് നോക്കുന്നത്, പിന്നെ അർജുനേട്ടൻ എൻ്റെ കാല് പിടിക്കണം എന്നൊക്കെ അവിടെ പോയി പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കുന്നത് എന്നിങ്ങനെയുള്ള പ്രീതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഒന്നുമില്ലാതെ ഇരിക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പറയുകയാണ് അർജുനും പ്രീതിയും ഒന്നിക്കരുത് എന്ന രീതിയിൽ ദുഷ്ട മനസ്സുള്ള ആരോ ഒരാളാണ് അത് ചെയ്തതെന്ന് എനിക്ക് ഉറപ്പാണെന്ന്. അന്നേരം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് സുസ്മിത. തുടർന്ന് ഭാമ ചോദിക്കുന്നുണ്ട് ജീവൻ എടുക്കാൻ പോലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നിനക്കിത് അമ്മയോടൊന്ന് പറയാമായിരുന്നില്ലേ പ്രീതി? ഈ പൊട്ടിക്കരച്ചിൽ നിനക്ക് അന്നാവാമായിരുന്നു എന്ന് സത്യഭാമ പറയുമ്പോൾ ഈ വാവ ഒരു പൊട്ടിയല്ലേ, അത് അമ്മയ്ക്ക് അറിഞ്ഞൂടെ, ഈ വാവയോട് ക്ഷമിക്കമ്മയെന്നും പറഞ്ഞ് വീണ്ടും അങ്ങ് സത്യഭാമയുടെ കാലും കൈയും ഒക്കെ പിടിച്ച് കരയുകയാണ് പ്രീതി. അങ്ങനെ ആകെ കരഞ്ഞു തളർന്ന് സത്യഭാമയുടെ മടിയിലേക്ക് തലവെച്ച് പ്രീതി കിടക്കുമ്പോൾ തലയിലൊക്കെ തലോടുകയാണ് സ്നേഹത്തോടു കൂടി ഭാമ. ഇതൊക്കെ വാതിൽക്കൽ നിന്ന് അങ്ങനെ കണ്ട് സങ്കടപ്പെടുന്നുണ്ട് വിഷ്ണുവും. തുടർന്ന് രാഘവൻ നായരും പറയുകയാണ് ഭാമേ നീ പറഞ്ഞത് ശരി തന്നെയാണ്, അമ്മയാണ് ഏതൊരു പെൺകുട്ടിയുടെയും കൂട്ടുകാരി, പക്ഷേ അത് മകൾക്ക് കൂടി തോന്നണം. നിന്റെ കാര്യത്തിൽ അത് പ്രീതിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും.
തുടർന്ന് പ്രീതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച ശേഷം മോൾക്കിനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് സത്യഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം സത്യഭാമയെ കെട്ടിപ്പിടിച്ച് വീണ്ടും അങ്ങ് കരയുകയാണ് പ്രീതി. അന്നേരം സുസ്മിത കരുതുന്നുണ്ട്, മോൾക്ക് ചക്കയാണ് വേണ്ടത്, ചക്ക. ഈ ആൻറ്റിക്ക് ഇത് എന്തു പറ്റി എന്നൊക്കെ ദേഷ്യത്തോടെ സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം പ്രീതിക്ക് അർജുനേട്ടനോടൊപ്പം പോകണമെന്നുണ്ടെന്ന് ശാലിനി പറയുന്നു. അന്നേരം ഒന്നും മിണ്ടാതെ ഭാമ നിൽക്കുമ്പോൾ വീണ്ടും എരികേറ്റുകയാണ് സുസ്മിത. ഇത് പ്രീതിയുടെ അഭിപ്രായമാണോ ശാലിനിയുടെ അഭിപ്രായമാണോ എന്ന് അങ്ങോട്ട് ചോദിക്കുക ആൻറ്റി എന്നും പറഞ്ഞ് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സുസ്മിത. അന്നേരം വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. എടി മിണ്ടാതിരിക്കടി എവിടെ, നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത് എന്നൊക്കെ പറയുകയാണ് സുസ്മിതയോട് വിഷ്ണു. അന്നേരം വിഷ്ണു മിണ്ടാതിരിക്കുന്നു ഭാമ പറയുകയാണ്. തുടർന്ന് വാതിൽക്കൽ നിന്നും ഓടി അങ്ങ് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന വിഷ്ണു പറയുകയാണ്, ദേ നമ്മുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ ഇവൾ ആരാണ്? നമ്മുടെയൊക്കെ കാര്യത്തിലും അമ്മയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാനും ഇവൾ ആരാണ്? ഇവൾക്ക് അതിനൊക്കെ അധികാരം കൊടുത്തത് ആരാണ് എന്നൊക്കെ വിഷ്ണു ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ മക്കൾക്കും അമ്മയ്ക്കും ഇടയിൽ ഇപ്പോൾ ഒരു മറയായിട്ട് നിൽക്കുന്നത് ഇവൾ തന്നെയാണ്. അമ്മ ആവശ്യമില്ലാത്ത അധികാരമൊക്കെ കൊടുത്തത് കൊണ്ടല്ലേ ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. എവിടെ നിന്നോ വന്ന ഒരു പെൺകുട്ടി സ്വന്തം മക്കളുടെ ജീവിതം ഈ അമ്മയുടെ കാൽച്ചുവട്ടിലിട്ട് പന്ത് പോലെ തട്ടിക്കളിക്കുകയാണെന്ന് അമ്മ മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്ന് ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം ഭാമാൻറ്റി ഞാനെന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും പറയാൻ തുടങ്ങിയാണ്. അന്നേരം കൈ ഉയർത്തി കാണിച്ച് സത്യഭാമ പറയുകയാണ്, സുസ്മിതയെ വേണ്ട, നീ ഈ കാര്യത്തിൽ അഭിപ്രായം പറയണമെന്നില്ല, അവസാന തീരുമാനം എൻ്റേതായിരിക്കും. അർജുൻ്റെ അടുത്തേക്ക് പൂർണ്ണ മനസ്സോടുകൂടി പോകണമെന്ന് ഇനിയും എൻ്റെ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം തലകുനിച്ച് കരഞ്ഞ് വീണ്ടും പ്രീതി നിൽക്കുന്നു. അന്നേരം രാഘവൻ നായർ ചോദിക്കുകയാണ്, അവളുടെ മൗനത്തിൻ്റെ അർത്ഥം ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ഭാമേ? അത് തന്നെയാണ് അവളുടെ ആഗ്രഹം. ഇനിയും വസുമതിയുടെ വീട്ടിലേക്ക് പ്രീതി അയക്കുക എന്ന് പറഞ്ഞാൽ സത്യഭാമയുടെ തല എവിടെ കുനിയുകയല്ലേ ചെയ്യുന്നത് രാഘവേട്ട എന്നൊക്കെ ഭാമ ചോദിക്കുന്നുണ്ട്. അന്നേരം അതൊക്കെ രാഘവൻ നായർ ഭാമയെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തോറ്റു കൊടുക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നതെന്ന് രാഘവൻ നായർ പറയുന്നു. അന്നേരം ശരി, ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അവിടെ പ്രീതിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല എന്ന് എന്താണ് ഉറപ്പെന്ന് ഭാമ ചോദിക്കുന്നത്. അന്നേരം ശാലിനി പറയുകയാണ്, ഇല്ല സത്യാമ്മേ, അവിടെ പ്രീതിക്ക് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അർജുനേട്ടനും കൂടി ഇല്ലേ അവിടെയെന്ന് ശാലിനി ചോദിക്കുന്നുണ്ട്. അന്നേരം ഭാമ പറയുകയാണ്, അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല, അർജുനും കൂടി നിൽക്കുമ്പോഴല്ലേ വസുമതിയുടെ അഴിഞ്ഞാടിയിട്ട് പോയത്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, അത് വസുമതിയുടെ മാത്രം കുറ്റമല്ല, പ്രകോപനമുണ്ടാകുന്ന സംസാരവും പ്രവൃത്തിയുമൊക്കെ നിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലേ എന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ പ്രീതി അവർ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് ഇപ്പോൾ നമ്മുടെ ആവശ്യമാണ്. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്, ആ കുട്ടിക്ക് ഒരച്ഛൻ വേണ്ടേ എന്നൊക്കെയുള്ള രാഘവൻ നായരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഭാമ നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ തൻ്റെ ഭാഗത്തുള്ള തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ സത്യഭാമയ്ക്കത് ബോധ്യമാകുന്നുണ്ട്. അന്നേരം വിഷ്ണുവും ചോദിക്കുകയാണ്, അമ്മയുടെ വാശിക്ക് വേണ്ടി പ്രീതിയുടെ ജീവിതം നമ്മളായിട്ട് തുലയ്ക്കണമെന്ന്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടായാൽ കാര്യങ്ങളൊക്കെ സമാധാനമായിട്ട് പരിഹരിക്കാൻ പറ്റില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം DNA ടെസ്റ്റിൻ്റെ കാര്യമോ എന്ന് ഭാമ തിരക്കുകയാണ്. അതൊന്നും വേണ്ട, അതൊന്നും കുഴപ്പവുമില്ല, ഞാനതൊക്കെ പോയി സംസാരിച്ചോളാമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വീണ്ടും പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെടുകയാണ് എന്നറിയുന്ന സുസ്മിതയ്ക്ക് വീണ്ടും അങ്ങ് ദേഷ്യം വരികയാണ്. പ്രീതിയുടെ സങ്കടവും എല്ലാവരുടെയും കൂടി സംസാരവും ഒക്കെ ആവുമ്പോൾ അവസാനം സത്യഭാമ പറയുകയാണ്, ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അന്നേരം ആകെ അങ്ങ് സന്തോഷമാവുകയാണ് വിഷ്ണുവിനും പ്രീതിക്കും ശാലിനിക്കും രാഘവൻ നായരും പിന്നെ പൊന്നിക്കുമൊക്കെ. സന്തോഷം കൊണ്ട് പ്രീതി സത്യഭാമയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. തുടർന്ന് ഭാമ പറയുകയാണ്, ഞാൻ സമ്മതിച്ചൊക്കെ ശരി തന്നെ, പക്ഷേ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പവും ഒരു കുറവും അവിടെ ഉണ്ടാകാൻ പാടില്ല. അന്നേരം സന്തോഷത്തോടൊരു ശാലിനി പറയുകയാണ്, ഇല്ല സത്യാമ്മേ, ഒരു കുറവും ഉണ്ടാകില്ല, ഞങ്ങൾ കൊണ്ടാക്കാം പ്രീതിയെ. തുടർന്ന് സത്യഭാമയെ ഒന്നുകൂടെ ഒന്ന് കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ ചോദിക്കുകയാണ് പ്രീതി. തുടർന്ന് രാഘവൻ നായരുടെ കാൽക്കൽ വീഴുകയും അനുഗ്രഹം വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രീതി. പക്ഷേ പ്രീതിയെ യാത്രയാക്കാൻ നേരം സത്യഭാമയ്ക്ക് കണ്ണൊക്കെ നിറയുകയാണ്. തുടർന്ന് സത്യഭാമയുടെ കൈയും പിടിച്ചിട്ട് പൊന്നിയോടും പ്രീതി പറയുന്നുണ്ട്, പോയിട്ട് വരാൻ പൊന്നി, ചെയ്ത സഹായമൊന്നും മറക്കില്ല എന്ന്. അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ്, പൊന്നിയേക്കാളും താഴെയായോ ഇപ്പോൾ എൻ്റെ സ്ഥാനം, സത്യാമ്മ പോലും ഒന്നും പറയുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ദേഷ്യത്തോടെ പ്രീതി അവിടെ തന്നെ അങ്ങ് നിൽക്കുന്നു. പ്രീതിയല്ല, സുസ്മിത അവിടെ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണുവും ശാലിനിയും കൂടി കാറിൽ പ്രീതിയെയും കൂട്ടി വസുമതിയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. തുടർന്ന് സത്യാമ്മ സമ്മതിച്ചത് തന്നെ ഭാഗ്യമെന്ന് കാറിലിരുന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം പ്രീതി സങ്കടപ്പെടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ വസുമതി അമ്മ എന്തൊക്കെ പറയുമെന്നാണ് ഇനി എൻ്റെ ടെൻഷനെന്ന്. അന്നേരം പൊട്ടലും ചീറ്റലുമൊക്കെ ഉണ്ടാവും, അത് നേരിയ തോതിലൊന്നും ആയിരിക്കില്ല എന്നൊക്കെ ഉറപ്പാണെന്ന് ശാലിനിയും പറയുന്നുണ്ട്. എന്ത് സംഭവിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കണം, മറുത്തൊന്നും പറയരുതെന്ന് ശാലിനി പറയുന്നു. അന്നേരം ഞാനൊന്നും പറയില്ല, ശാലിനിക്ക് എന്നെ അറിഞ്ഞൂടെ എന്ന് പ്രീതി ചോദിക്കുകയാണ്. അന്നേരം വണ്ടി ഓടിക്കുന്ന വിഷ്ണുവിനെ നോക്കി ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ട, ഞാൻ വിഷ്ണുവേട്ടനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്.
ആ ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ അങ്ങ് മാറ്റി വെച്ചേക്കണം. പ്രീതി എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറ്റുക എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണല്ലോ എല്ലാം ക്ഷമിക്കുന്നതെന്ന് വിഷ്ണു പറയുന്നുണ്ട്. വിഷ്ണുവേട്ടൻ്റെ വിശ്വരൂപം മറന്നിട്ട് വേണം വസുമതിയുടെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ചെല്ലാനെന്ന് ശാലിനി പറയുന്നു. അന്നേരം ശ്രമിക്കാമെന്ന് പറയുകയാണ് വിഷ്ണു. ശ്രമിച്ചാൽ പോരാ, അത് സാധിക്കണമെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഒന്നും മിണ്ടാതെ അങ്ങ് വണ്ടി ഓടിക്കുകയാണ് വിഷ്ണു. അതേസമയം കാണിക്കുന്നത് വസുമതിയുടെ വീടാണ്. അവിടെ സിറ്റൗട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വസുമതി നടക്കുന്നുണ്ട്. കൂടെ അവിടെ നിൽക്കുകയാണ് അർജുനും ചിത്രയും. അന്നേരം ചിത്ര ചോദിക്കുകയാണ്, അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടും അർജുനേട്ടൻ ഒന്നും ചെയ്തില്ലെന്നാണോ ഈ പറയുന്നതെന്ന്. അന്നേരം പല്ല് കടിച്ചമർത്തി അർജുൻ പറയുകയാണ്, ദേ ചിത്രേ, നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കരുതേ, അത് അങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു എന്ന് അർജുൻ പറയുന്നു. അന്നേരം ചിത്ര ചോദിക്കുകയാണ്, എങ്ങനത്തെ സാഹചര്യം ആയാലും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിന് ഒരർത്ഥമേ ഉള്ളൂ. സ്വന്തം അമ്മയുടെ കഴുത്തിലാണ് കുത്തിപ്പിടിച്ചതെന്ന് ഏട്ടൻ മറന്നുപോയി. ഇതിനു മുമ്പും അവരമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ടുണ്ട്. അന്ന് എനിക്ക് നോക്കി നിൽക്കേണ്ടി വന്നതാണ്. പക്ഷേ ഇനിയൊരു സംഭവം ഉണ്ടായാൽ ആ കൈ ഞാൻ വെട്ടുമെന്ന് അന്നേ ഞാനൊരു തീരുമാനമെടുത്തതാണ് എന്നൊക്കെ അങ്ങ് കലിതുള്ളി അർജുനോട് സംസാരിക്കുകയാണ് ചിത്ര. ചിത്രയുടെ ആ രോഷം കണ്ട് എൻ്റെ വയറ്റിൽ ആണായി പിറക്കേണ്ടിയിരുന്നത് നീ ആയിരുന്നടിയെന്ന് വസുമതി പറയുന്നുണ്ട്. ഈ സമയത്താണ് വിഷ്ണുവും ശാലിനിയും കൂടി പ്രീതിയെയും കൂട്ടി അവിടേക്ക് എത്തുന്നത്. ആദ്യം ശാലിനി കാറിൽ നിന്നും ഇറങ്ങുന്നത് കണ്ട് ശാലിനി ചേച്ചിയോ എന്ന് ചിത്ര ചോദിക്കുകയാണ്. അന്നേരം ദേഷ്യത്തോടെ വസുമതി പറയുകയാണ്, ചേച്ചി എന്നുള്ള ബഹുമാനമൊന്നും കൊടുക്കണ്ട, ഇപ്പോൾ അവളും അവരുടെ പക്ഷത്താണ്. തുടർന്ന് പിൻസീറ്റിലെ ഡോറ് തുറന്ന് പ്രീതിയെ വാന്നും പറഞ്ഞ് ഇറക്കുകയാണ് ശാലിനി. അന്നേരം ആ പ്രീതി എന്നും പറഞ്ഞ് അർജുൻ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ അർജുൻ നിൽക്കെവിടെയെന്നും പറഞ്ഞ് അർജുനെ തടയുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണുവും വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അന്നേരം വസുമതി ചിന്തിക്കുകയാണ്, ഇവളെയും കൂട്ടി ഇവരെന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അത് കേട്ട് ചിത്ര കളിയാക്കുകയാണ്, അമ്മയെ കൊണ്ട് സത്യാമ്മയുടെ കാല് പിടിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്, അതിന് ചിലപ്പോൾ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാനായിരിക്കും. അന്നേരം പുച്ഛിച്ച് ചിരിക്കുന്നുണ്ട് വസുമതിയും. കൊട്ടേഷൻകാരനായ മകനുമുണ്ടല്ലോ കൂടെയെന്ന് ചിത്ര പറയുമ്പോൾ പ്രീതിയെന്ന് ഉറക്കെ വിളിക്കുകയാണ് അർജുൻ. തുടർന്ന് പ്രീതിയെയും കൂട്ടി ശാലിനി സിറ്റൗട്ടിലേക്ക് കയറുമ്പോൾ നിൽക്കവിടെയെന്ന് ഉറക്കെ പറയുകയാണ് വസുമതി. അന്നേരം പേടിച്ച് ശാലിനി അവിടെ നിൽക്കുന്നു. അർജുൻ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. വിഷ്ണു അകത്തേക്ക് കയറുന്നില്ല. വിഷ്ണു കാറിനടുത്ത് തന്നെ നിൽക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക്